ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം ഇന്ദിരാഗാന്ധിക്കും മകൻ സഞ്ജയ് ഗാന്ധിക്കൊപ്പം എയറിൽ പോയ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അത് തൃത്താലയിലെ മുൻ MLA, തോറ്റ MLA VT ബൽറാമാണ്. തൻ്റേതായ കാരണത്താലാണ് VT ബൽറാം ഇന്ന് എയറിൽ പോയേക്കുന്നത്. മറ്റൊരു കോൺഗ്രസ് നേതാവും കാണിക്കാത്ത ഒരു ധൈര്യം ഇന്ന് VT ബൽറാം കാണിച്ചു. ആ ധൈര്യത്തിന് തുടർന്നാണ് അദ്ദേഹം ഏറിപ്പോയിട്ടുള്ളത്. അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കിരാതകർമ്മമായ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാൻ ഒരു ശ്രമം അദ്ദേഹം നടത്തി. തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പിലൂടെയാണ് ആ ന്യായീകരിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തിയത്. അതുവഴി ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് ആ കാലത്ത് നടത്തിയ കിരാതകർമ്മങ്ങളെയും ന്യായീകരിക്കാനുള്ള ദീർഘമായ ശ്രമമാണ്. ഒപ്പം കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത വിളിക്കാനുള്ള ശ്രമം. കമ്മ്യൂണിസ്റ്റുകാരെ ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അടിയന്തരാവസ്ഥ അദ്ദേഹം ന്യായീകരിച്ചത്. പക്ഷേ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധിയുടെ പല കാര്യങ്ങളും കമൻറ്റ് ബോക്സിനകത്തും മറ്റൊരു പോസ്റ്റുകളിലായിട്ട് ജനം എടുത്ത് പുറത്തങ്ങിട്ടു. അത് ചർച്ചയായി. അതിനൊപ്പം തന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ച VT ബൽറാം എയറിലുമായി. VT ബൽറാം കൃത്യമായിട്ട് ശൂന്യാകാശത്തെത്തിയെന്ന് വ്യക്തമായി തന്നെ പറയും. അത്രമാത്രം റിയാക്ഷനാണ് ആ കുറിപ്പിന് വരുന്നത്. മാത്രമല്ല അത്രമാത്രം തെറിവിളി എന്ന് വേണമെങ്കിൽ പറയാം. ആ ലെവല് കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു സൈബർ അറ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വ്യക്തമായിട്ട് ഡേറ്റ സഹിതമാണ് പല കാര്യങ്ങളും അവർ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. VT ബൽറാമിൻ്റെ പോസ്റ്റ് മൊത്തമായിട്ട് വായിക്കാൻ പോകുന്നില്ല. ആ ന്യായീകരണം തുടർന്നും വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കിരാതകർമ്മമാണ് അടിയന്തരാവസ്ഥ. അതിനെ ഒരു കാരണവശാലും എന്തുകൊണ്ടും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഒരു ഹൈക്കോടതി വിധി വന്നതിനെ തുടർന്നാണ് ഇന്ദിരാഗാന്ധി അത് ചെയ്തെന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതല്ലാതെ നാട്ടിൽ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ മറ്റ് ഇഷ്യൂകളോ വന്ന സമയത്തല്ല ഇന്ദിരാഗാന്ധി ചെയ്ത്. ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഒരു ഹൈക്കോടതി വിധി വന്നതിനെ തുടർന്നാണ് ആ പ്രശ്നമെല്ലാം വരുന്നത്. അതിനുശേഷമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ആ പോസ്റ്റിലേക്ക് പോകുന്നതിന് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് VT ബൽറാം പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഉന്നതമായ ജനാധിപത്യ ബോധ്യങ്ങളുള്ളവർക്ക് അടിയന്തരാവസ്ഥയും അതിൻ്റെ ഭാഗമായ താൽക്കാലിക പൗര സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങളെയും എതിർക്കാം. എന്നാൽ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നുകൊണ്ട് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ എതിർക്കാൻ കഴിയുക എന്ന ന്യായീകരണമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. മാത്രവുമല്ല RSSും കമ്മ്യൂണിസ്റ്റുകളും സകലമാന പിന്തിരിപ്പന്മാരും ഒത്തുചേർന്ന് ഇന്ദിരാഗാന്ധിയോടും കോൺഗ്രസിനോടുമുള്ള രാഷ്ട്രീയ വിരോധത്താൽ രാജ്യമെമ്പാടും തെരുവ് യുദ്ധം നടത്തുകയും സൈന്യത്തോട് പോലും സർക്കാരിനെതിരെ തിരിയാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തേണ്ടത് വന്നതെന്ന് കമ്മ്യൂണിസ്റ്റ് കൊള്ളുത്തുകാർ സൗകര്യപൂർവ്വം മറച്ചു പിടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു കാര്യം പ്രതിപക്ഷ കക്ഷികൾക്ക് തെരുവിലിറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന കാര്യം അവിടെ VT ബൽറാം മറക്കുന്നുണ്ട്. എന്തായാലും ഇതിന് നല്ല ഒന്നാന്തരമായിട്ട് മറുപടി എല്ലാവരും കൊടുക്കുന്നുണ്ട്. മുതിർന്ന മാധ്യമപ്രവർത്തകനെ KJ ജേക്കബ് നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അടിയന്തരാവസ്ഥയിൽ എന്തൊക്കെ നടന്നുവെന്ന് അന്നതിനെ എതിർത്തവരോ അവരുടെ രാഷ്ട്രീയ പിൻഗാമികളോ പറയുമ്പോഴല്ല, അതിൻ്റെ ഗുണഭോക്താക്കളോ അവരുടെ രാഷ്ട്രീയ പിൻഗാമികളോ പറയുമ്പോഴാണ് വിഷയത്തിൻ്റെ ഗൗരവം പുതിയ തലമുറയ്ക്ക് കൂടുതൽ ക്ലാരിറ്റിയോടെ മനസ്സിലാവുക. അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും കൃത്യമായി അടിയന്തരാവസ്ഥയിലെ ഭരണഘടനാ നിയമലംഘനങ്ങൾ ഒരു മുൻ MLA ശ്രീ VT ബൽറാമിനെ പോലെ മറ്റൊരു കോൺഗ്രസ് നേതാവ് അക്കമിട്ട് എഴുതി കണ്ടിട്ടില്ല. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തിൽ അത് ചെയ്യാൻ കാണിച്ച ആർജവത്തിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനം. സർക്കാസത്തോടെ VT ബൽറാമിനെ പരിഹസിക്കുകയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ മാത്രമല്ല സാധാരണ ജനങ്ങളും ഈ കാര്യത്തിൽ വ്യക്തമായിട്ട് VT ബൽറാമിൻ്റെ പോസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ നിലപാട് അറിയിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് VT ബൽറാമിനെ ശൂന്യാകാശത്ത് എത്തിച്ചിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ എടുത്തു തന്നെ പറയാം. അതിൽ 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൽ ഒരാൾ എഴുതിയ കാര്യം ഇങ്ങനെയാണ്: അടിയന്തരാവസ്ഥയ്ക്കും ഒരു ന്യായീകരണ തൊഴിലാളി. സൈക്കോസിസിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര ഭയാനകമായ വർഷം ആദ്യമാണെന്ന് പറഞ്ഞാണ് ഒരെണ്ണം. അതിനുശേഷം ആ കുടുംബം കാരണം ഇന്നൊരു പേപ്പട്ടിയെ പോലും കൊല്ലാനാകുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കുടുംബം കാരണം ഇന്നൊരു പേപ്പട്ടിയെ പോലും കൊല്ലാത്ത അവസ്ഥയാണ്. അത് മേനകാന്ധിയെക്കുറിച്ചാണ്. രണ്ടാമത്തെ മകനായ സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയെക്കുറിച്ചാണ് അവിടെ വ്യക്തമാക്കുന്നത്. പിന്നെ അടുത്തത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ വാർഷിക ദിനത്തിൽ VT ബൽറാം ശൂന്യാകാശത്തേക്ക് ട്രിപ്പ് പോകാൻ സാധ്യത. അടുത്തത്, ഒരു അധികാരവുമില്ലാത്ത കോൺഗ്രസിലാണ് ഇപ്പോൾ അടിയന്തരാവസ്ഥ. 26-ലെങ്ങാനും തോറ്റാൽ മറ്റൊരു കൂട്ടക്കൊല കോൺഗ്രസിൽ കണ്ടാലും അതിശയിക്കേണ്ടതില്ല. ലീഗിന് തണലിൽ എത്ര നാൾ. മറ്റൊരാൾ പറയുകയാണ് ഓൺ എയർ. വേറൊരാൾ പറയുകയാണ് VT ബൽറാം അടിയന്തരാവസ്ഥ വെളുത്തു, ഇങ്ങനെ വെളുപ്പിക്കല്ലേ എന്നാണ് VT ബൽറാമിനോട് ഒരാൾ പറയുന്നത്. മറ്റൊരാൾ പറയുന്നത് നന്നായി ബാലൻസ് ചെയ്തു, പക്ഷേ എന്തൊക്കെ പറഞ്ഞ് ബാലൻസ് ചെയ്താലും ചരിത്രം എന്നത് മാറ്റി എഴുതാൻ ആർക്കും കഴിയത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് മറ്റൊരു വ്യക്തി.
മാത്രമല്ല വേറൊരു ചൂണ്ടിക്കാട്ടുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. 1 കോടിയിലധികം പേരെ വന്ധ്യംകരിച്ച് ലേഡി ഹിറ്റ്ലറും മകനും, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട രാമ എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്ത വാർത്തകളുടെ ലിങ്കുകൾ പലയിടങ്ങളിലും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ഏഷ്യാ ന്യൂസ് വളരെ സുപ്രധാനമായിട്ടൊരു വലിയൊരു വീഡിയോ ചെയ്ത് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് പ്രചാരം നേടിയ വീഡിയോ ആയിരുന്നു. മാത്രമല്ല അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്, മുഴുവൻ വായിച്ചില്ല, ആദ്യ വരികളിൽ താൽക്കാലിക പൗര സ്വാതന്ത്ര്യ വിലക്കുകൾ എന്നെഴുതി കണ്ടു, അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന് നിരാശപ്പെടുത്തി. 21 മാസങ്ങൾ എങ്ങനെയാണ് താൽക്കാലികമാവുന്നത് ഡിയർ വി ടി ബൽറാം? സുപ്രധാനമായ ചോദ്യമുണ്ട്. അതിന് ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്, താൽക്കാലികമായിട്ടാണ് പൗര സ്വാതന്ത്ര്യ വിലക്കുകൾ ഏർപ്പെടുത്തുന്നത്. മാത്രമല്ല വെറും 21 മാസത്തേക്ക് മാത്രമായിരുന്നു അതെന്ന് കൂടി അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ട്. 21 മാസം എന്ന് പറയുമ്പോഴത്തേക്കും 2 വർഷത്തോളമായി. 24 മാസമാണ് 2 വർഷം. 21 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 1.25 വർഷത്തോളം ജനങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുകയായിരുന്നു ഇന്ദിരാഗാന്ധി. അത് സുപ്രധാനമായിട്ട് എടുത്ത് കാണിക്കേണ്ടതാണ്. ആ സമയത്ത് ഇന്ത്യ ഒട്ടാകെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. മറ്റൊരു എഴുതിയ പോയിന്റ് ഇങ്ങനെയാണ്, അടിയന്തരാവസ്ഥ ന്യായീകരിക്കുന്ന പോരാളി കോൺഗ്രസിൻ്റെ ഡേ കെയറിലെ കുട്ടിയാണ്. അടിയന്തരാവസ്ഥ താൽക്കാലിക പ്രതിഭാസമായിരുന്നു. പെരുമൺ ട്രെയിൻ അപകടത്തിന് കാരണമായ ചുഴലിക്കാറ്റ് പോലുള്ള ഒരു പ്രതിഭാസം. 1000 പൂച്ചാണ്ടികൾ എന്നാണ് മറ്റുള്ള ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല പുട്ടിയടിക്കാൻ വന്നല്ലോ തൃത്താന ബലാന ലീഫ് എന്ന്, തൃത്താലയിലെ വാഴ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഷമീർ മുഹമ്മദ് എന്ന വ്യക്തിയാണ് അത് എഴുതിയിരിക്കുന്നത്, പുട്ടിയടിക്കാൻ വന്നല്ലോ എന്ന്. മാത്രമല്ല അതിനുശേഷം പിന്നെ അടുത്ത വേറെ വ്യക്തമായ കമൻ്റ് ഉണ്ട്, അല്ല വെള്ളിയാഴ്ച പിന്നെന്തിനാ ആന്റണിയും കൂട്ടുകാരും കൂടി അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്നും ഭാരതയക്ഷിയെ അറസ്റ്റ് ചെയ്ത ചരൺ സിംഗിന് അഭിവാദ്യങ്ങൾ എന്ന മുദ്രാവാക്യം ഏറ്റുപിടിച്ചത്. അത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ സമയത്ത് കോൺഗ്രസിന് അതൊരു പിളർപ്പുണ്ടായിരുന്നു. കേരളത്തിൽ അന്ന് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് A ഗ്രൂപ്പ് നേതാക്കൾ പാർട്ടി പിളർത്തി പുറത്തു പോവുകയും ഇടതുപക്ഷമായി സഹകരിക്കുകയും ചെയ്തു. മാത്രമല്ല അടുത്ത EK നയനാർ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിയും ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള മന്ത്രിമാർ കൂടിയായിരുന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ആ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള നിലപാട് പ്രതിഷേധിച്ചാണ് അവർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതിലിപ്പോഴും AK ആന്റണി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് പോയി ചോദിച്ചിട്ടെങ്കിലും ഈ പോസ്റ്റ് എഴുതണ്ടേ എന്നാണ് വി ടി ബൽറാമിനോട് പലരും ചോദിക്കുന്നത്. അങ്ങനെ രസകരമായ ഒരുപാട് കമൻറ്റുകളുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ വി ടി ബൽറാം ഇന്ന് ശൂന്യാകാശത്ത് പോയിരിക്കുകയാണ്. സ്വന്തം കഴിവുകേടോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യപ്രകാരമാണ് അദ്ദേഹം പോകുന്നത് എടുത്ത് തന്നെ പറയാം. മറ്റൊരാൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചതല്ല, സ്വന്തമായിട്ട് എഴുതിയാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇത്ര ആർജവത്തോടെ അടിയന്തരാവസ്ഥ ന്യായീകരിക്കാൻ വേണ്ടി ഇന്ന് രംഗത്തിറങ്ങിയിട്ടുമില്ല. ആ സമയത്താണ് ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ട് വി ടി ബൽറാം ഇപ്പോൾ ഏറി പോകുന്നത്. ഇതിന് മാത്രം എന്ത് മണ്ടത്തരമാണ് അദ്ദേഹം ആലോചിച്ച് വെച്ചതെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എന്തായാലും വി ടി ബൽറാം, തൃത്താലയിലെ മുൻ MLA, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ്, ഇപ്പോൾ ശൂന്യാകാശത്താണ്.